ആദിവാസി സമൂഹം എന്നും കബളിപ്പിക്കപ്പെടാനും പറ്റിക്കപ്പെടാനും അവർ വെച്ച് മുതലെടുത്ത് തിന്നുവീർക്കുവാനും മാത്രമുള്ളവരാണ് എന്ന് ആരൊക്കെയോ ചിന്തിച്ചത് കൊണ്ടാവാം ഇപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ചേർത്തലയിൽ സമൂഹ വിവാഹത്തിന് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് വാഗ്ദാനം ചെയ്ത യാതൊന്നും കൊടുക്കാതെ അവരെ കബളിപ്പിച്ചു എന്നാണ് പരാതി. ആലപ്പുഴ ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന സൽ സ്നേഹഭവൻ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളിലേക്ക്. താലിമാലയും 2 ലക്ഷം രൂപയും നൽകാമെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ വിവാഹ വാഗ്ദാനം ചെയ്തത് എന്ന് സമുദായ നേതാവ് തങ്കൻ പറഞ്ഞു. എന്നാൽ വിവാഹ കൗൺസിലിംഗിൽ പോലും പറയാതെ വിവാഹത്തിന് എത്തിയപ്പോഴാണ് 5000 രൂപയുടെ താലിയും വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും മാത്രമാണ് ഉള്ളത് എന്നറിയുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലയിലുള്ള ഉദ്ദേശം 60ഓളം ആദിവാസി പെൺകുട്ടികളെ കൊണ്ടുവന്ന് സമൂഹത്തിൽ പങ്കെടുപ്പിക്കാന്നും പറഞ്ഞ് കൊണ്ടുവരികയും ചേർത്തലയിൽ വരികയും അവർക്ക് കിടക്കാൻ റൂമോ വെള്ളമോ ഭക്ഷണമോ കൊടുക്കാനായിട്ടൊരു റൂമിൽ കിടക്കാൻ പിരിക്കാൻ പാവോലും ഇല്ലായിരുന്നു. ചുമ്മാ തറയിൽ കിടന്നുറങ്ങി. പിള്ളേർ രാവിലെ ഒരു 10 മണി രാത്രിയായപ്പോൾ അവര് പിള്ളേരെ ക്ലാസ് എടുക്കാനെന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഈ പിള്ളേരുടെ കാരണന്മാര് ചോദിച്ചു, ഇത്ര നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാനില്ല, ഒരു പായില്ല, ഇങ്ങനെ സാധനങ്ങളൊന്നുമില്ല, നിങ്ങൾ എന്ത് വിവാഹമാണ് അവിടെ നടത്തുന്നത്? അപ്പൊ അവര് പറയുന്നത് എല്ലാം പൈസയൊക്കെ രാവിലെ വരും, രാവിലെ തരാന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ നേരം വെളുത്ത് വിവാഹ മണ്ഡപത്തിലോട്ട് പോകാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തരുമോ? തരുമെങ്കിൽ മാത്രമേ ഈ കുട്ടികൾ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുള്ളൂ. അപ്പൊ അവര് പറഞ്ഞത് അങ്ങനൊന്നും കൊടുക്കാൻ പറ്റില്ല, 5000 രൂപയുടെ താലി മാത്രം മേടിച്ചു വെച്ചിട്ടുണ്ട്, ആ താലി തരാന്ന് പറഞ്ഞു. ആ താലി വെച്ച് പിള്ളേരെ കല്യാണം കഴിച്ചുള്ള കല്യാണം രജിസ്റ്റർ ചെയ്യും. എന്റെ പേര് അക്ഷയ എന്നാണ്, നേര്യമംഗലത്തുനിന്ന് വരുന്നത്. മിനിഞ്ഞാന്നാണ് ഇവിടുന്ന് ബസ്സൊക്കെ എടുത്താ ഇവിടുന്ന് പോയത്. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞിരുന്നത് നമുക്ക് 2 പവന്റെ സ്വർണം തരാം, 1 ലക്ഷം രൂപ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടുന്ന് പോയത്. നമ്മള് ST വിഭാഗത്തിൽപ്പെട്ട പിള്ളേരായിരുന്നു കൂടുതൽ ഇവിടുന്ന് വന്നത്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ സ്റ്റേ റെഡിയാക്കിയിട്ടുണ്ട്, അവിടെ അതുപോലെ തന്നെ ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പോലുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് അതിന്റെ ആ സംഘടനയുടെ പേര്. അവര് ചാരിറ്റബിൾ സൊസൈറ്റി ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ോട് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞത് അവര് 3-4 പ്രാവശ്യമായിട്ട് പിരിവുകളൊക്കെ ഇതിനു വേണ്ടി നടത്തിയതാണ്. നമ്മുടെ അടുത്തുനിന്ന് 4000-5000 വെച്ചൊക്കെ നമ്മളും അവർക്ക് വേണ്ടി കൊടുത്തതാണ്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എല്ലാവർക്കും പാവപ്പെട്ട കുട്ടികളല്ലേ എന്നോർത്ത് എല്ലാവർക്കും വേണ്ടി കൊടുത്തതാണെന്നാണ് അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരും പറയുന്നത്. ഒരു നവംബർ ഒരു ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചേർന്നത്. അപ്പൊ അതിന് മുൻപ് തന്നെ കുട്ടികളെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വിജി എന്ന് പറയുന്ന ഒരു കുട്ടി, വിജി മോളോ അങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് നമ്മൾ ചേർത്തത്. അപ്പൊ ആ ചേച്ചിയാണ് അവർ ഇതിനകത്ത് തന്നെ മെമ്പറാണ്. അപ്പം അവരിങ്ങനെ പറഞ്ഞു, നമുക്ക് ഇത്ര ഓഫർ ചെയ്തു. ആദ്യം 3 പവനാണ് അവര് പറഞ്ഞത്, 3 പവനും 1 ലക്ഷം രൂപയാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു മീറ്റിംഗ് കൂടിയിട്ട് പിന്നെയും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞു 1 പവൻ കുറവുണ്ടാവും, കാരണം സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊക്കെ നമ്മൾ സമ്മതിക്കുകയും ചെയ്തതാണ്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിക്കൂലിയും ഞങ്ങളുടെ ചെലവാശി ഞങ്ങൾ പൊക്കാന്ന്. ഇവരതുപോലും തയ്യാറായില്ല. തയ്യാറായതിന്റെ ഫലമായിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ ഈ പിള്ളേരെല്ലാം വിളിച്ച് മീഡിയക്കാരെയും വിളിച്ച് ചേർത്തല സ്റ്റേഷനിലോട്ട് ചെന്നു. സ്റ്റേഷനിൽ ചെന്ന് കേസാക്കി. 22 വധൂവരന്മാർ സംഘാടകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ചേർത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൽ സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിക്കെതിരെയാണ് പരാതി നൽകിയത്. സംഘടനയുടെ രക്ഷാധികാരി ഡോക്ടർ ബിജു കൈപ്പാടൻ, പ്രസിഡന്റ് AR ബാബു, മറ്റു ഭാരവാഹികളായ K അനിരുദ്ധൻ, സനിത സജി, അപർണ, ഷൈൻകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമൂഹ വിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത്.